അളഗപ്പനഗർ പുതുക്കാട് പഞ്ചായത്തുകൾ പങ്കിടുന്ന എരിപ്പോട് റോഡിലൂടെയുള്ള ദുരിതയാത്ര തുടരുകയാണ്. കുണ്ടും കുഴിയും രൂപപ്പെട്ട പാതയിൽ പല സ്ഥലത്തും അപകടക്കെണി രൂപപ്പെട്ടു. 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. 1.5 കിലോമീറ്റർ റോഡ് ഭൂരിഭാഗവും കുഴികളായി കഴിഞ്ഞു. മഴക്കാലം ശക്തമായതോടെ വാഹന ഗതാഗതവും ദുഷ്കരമായിരിക്കുകയാണ്. ഒരടിയിലേറെ താഴ്ചയുള്ള നിരവധി കുഴികളാണുള്ളത്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളാണ് സൈക്കിളിൽ ഇതുവഴി കടന്നു പോകുന്നത്. മഴയെ തുടർന്ന് റോഡിലെ ടാർ പൊളിഞ്ഞു പോയിടത്തെല്ലാം വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കുഴികളിൽപ്പെട്ട് പ്രധാനമായും ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചപ്പോൾ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സ്വകാര്യ ബസ്സുകളും KSRTC വാഹനങ്ങളും ഭാരവാഹനങ്ങളും ഉൾപ്പെടെ ഈ റോഡിലൂടെയാണ് കടന്നു പോയിരുന്നത്. ഇതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി കാഞ്ഞൂപ്പാടം വെണ്ടൂരിനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് വാഹനങ്ങളും സ്കൂളും ആസ്പത്രിയിലേക്കും പോകുന്ന രോഗികളെ കൊണ്ടുവന്ന റോഡ് തകർന്നു കിടക്കുക. ഇതിൻ്റെ ഒരു കാരണം ഇതിന് തൊട്ട് മുന്നേ പഞ്ചായത്ത് ടാർ ചെയ്തിട്ടതായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷങ്ങളിൽ ആമ്പല്ലൂർ അടിപ്പാതയിലെ പണി നടക്കുമായി ബന്ധപ്പെട്ട് ട്രാഫിക് ബ്ലോക്ക് വന്നപ്പോൾ സകല വണ്ടികളും വഴി തിരിച്ചുവിട്ടതില്ല. അതോടുകൂടി ഈ റോഡ് തരിപ്പണായിട്ട് കിടക്കുക. അതുകൊണ്ട് വലിയ ദുരിതത്തിലാണ്. ഇത് ബഹുമാനപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന് സത്വരമായൊരു നടപടി ഉണ്ടാക്കണമെന്നാണ് ഇതിൻ്റെ പ്രദേശവാസികളായ ഞങ്ങളുടെ എല്ലാവരും അഭിപ്രായം. അതുകൊണ്ട് നിങ്ങൾ ഇതൊരു നല്ല രീതിയിൽ കയ്യിലെടുക്കുക. പലതവണ പഞ്ചായത്തിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കുഴികൾ ഇപ്പോൾ താങ്കൾ കണ്ടില്ലേ, അതുപോലെയുള്ള കുഴികളാണ്. അതുമാതിരി തന്നെ റാണി കമ്പനിയുടെ ഇപ്പുറത്ത് റാണി കമ്പനി ഉണ്ട്. എൻ്റെ ഇപ്പുറത്ത് ഓട്ടോറിക്ഷ പോകുമ്പോൾ പല അപകടങ്ങളുണ്ട്. എനിക്ക് തന്നെ അത് അനുഭവപ്പെട്ടു. എൻ്റെ കൈ മുറിഞ്ഞു. അങ്ങനെ പലവിധ ആപത്തുകളുണ്ട്. ഇതിപ്പോൾ 1.5 കൊല്ലമായി ഇങ്ങനെ കിടക്കുന്നു. ഇത് പഞ്ചായത്തിൽ കംപ്ലൈൻറ്റ് ചെയ്ത് എല്ലാ ഇതിലേക്കും കൊടുത്ത് ഇപ്പോൾ കളക്ടർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. എല്ലാവിധം ചെയ്തു. തൽക്കാലം ഈ ഹോട്ട് ഹോൾസ് ഒന്ന് അടച്ച് വേണ്ടത് ചെയ്യണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. റോഡിലെ കുഴികളിൽ വീണ് ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും നിരന്തരം തകരാറിലാകുന്നതായും ഇവർ പറയുന്നു. കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വാഹനങ്ങൾ പോകുമ്പോൾ റോഡരികിലെ വീടുകളിലേക്ക് ചെളിവെള്ളം തെറിക്കുന്നതും പതിവാണ്. കാഞ്ഞൂരിന്ന് എരിപ്പോട് വഴി നന്നാക്കാൻ ആരുമില്ല. കുറച്ച് കൊല്ലങ്ങളായി ഇങ്ങനെ കിടന്ന് നടക്കുന്നു. പല രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിൽ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വഴി നന്നാക്കാൻ ആരുമില്ല. കണ്ടമാനം അപകടങ്ങളും കാര്യങ്ങളും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അധികാരികളൊന്ന് ശ്രദ്ധിക്കുക. മുഴുവൻ എന്താ ചെയ്യുക, ഞങ്ങൾ മഴവെള്ളം മുഴുവൻ ഇവിടേക്കാണ്. ഞങ്ങൾക്ക് പറഞ്ഞ് മതിയായി. എല്ലാവരോടും മെമ്പർമാരോടും എല്ലാവരോടും പറഞ്ഞ് മതിയായി. ഞാൻ അവരോട് എന്ത് പറയാനാ? ഇത് 2 പഞ്ചായത്താണെന്ന് പറയണത്. ഇതിലെ വെള്ളം മുഴുവൻ ഇങ്ങോട്ട് വരുന്നത്. റോഡുകൾ ഇപ്പം എന്താ പറയുക, വണ്ടികൾ പോകുമ്പോൾ ഇങ്ങോട്ട് മറിഞ്ഞു വീഴണ പോലെ പോണത്. അതുകൊണ്ട് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ശരിയാക്കി കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും. KK രാമചന്ദ്രൻ MLA ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ റോഡ് നവീകരണത്തിന് അനുവദിച്ചിരുന്നു. കൂടാതെ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 7 ലക്ഷം രൂപയും അനുവദിച്ചു. പക്ഷേ റോഡ് പണിയുടെ കരാർ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. ടാറിന്റെ വില ഉയർന്നതോടെ നിലവിലെ കരാർ തുകയ്ക്ക് റോഡ് പണി നടത്താനാകില്ലെന്നായിരുന്നു കരാറുകാരുടെ നിലപാട്. പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ 4 ലക്ഷം രൂപ കൂടി റോഡിന്റെ നവീകരണത്തിനായി അനുവദിച്ചിട്ടുണ്ടെന്നും മഴ മാറി നിന്നാൽ റോഡ് നവീകരണം പൂർത്തിയാക്കാനാകുമെന്നും വാർഡ് മെമ്പർ സിജു പയ്യപ്പിള്ളി പറഞ്ഞു. 2 പഞ്ചായത്തുകളെ, അതായത് പുതുക്കാട് അളഗപ്പനഗർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന എരിപ്പോട് റോഡിൻ്റെ പരിതാപകരമായ ഒരു അവസ്ഥയാണിത്. ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡിൽ ഇപ്പോൾ കുണ്ടും കുഴികളും നിറഞ്ഞ് കാൽനട യാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ്. ഏതായാലും MLAയും പഞ്ചായത്തും ഒക്കെ ഫണ്ടുകൾ നീക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും മഴ കൂടി കനത്തതോടെ ഈ പ്രദേശത്തുകാരുടെ യാത്രാ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ്. എത്രയും വേഗം താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.